ഏറ്റവും കൂടുതൽ അങ്ങനെ ട്രോളുകൾക്കും അങ്ങനെ വിമർശനങ്ങൾക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾക്കുമൊക്കെ വിധേയമായിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. ചിലതൊക്കെ ചിന്തയെ സംബന്ധിച്ചോളം ചിന്ത ആസ്വദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും മാലാപാർവതിയും പറഞ്ഞതുപോലെ സഭ്യതയ്ക്കും അപ്പുറത്തേക്ക് പോകുന്ന കമൻറ്റുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇതിപ്പോൾ ഒരു പൊതുവേദിയിലാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങേയറ്റത്തെ ആക്ഷേപം ഉയർത്തിയത്. ആ ആക്ഷേപത്തിൽ പോലും അതിലെ പിടിച്ചു നിന്നുകൊണ്ട് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനൊരു വിൽ പവർ കാട്ടിയ ഒരു വ്യക്തിയാണ് ഹണി റോസ് എന്നത്. അപ്പോൾ അവർ സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ പരമാവധി സീമകളെല്ലാം കഴിഞ്ഞ ശേഷമാണോ ഇങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് പോയിരിക്കുന്നത്? ഒരു അനിവാര്യമായ കേരളത്തിൻ്റെ ഇന്നലത്തെ സാഹചര്യത്തിൽ എല്ലാം നമ്മൾ ആധുനികമായി എല്ലാം വെട്ടിപ്പിടിച്ചു, ഓരോ നാഴികക്കല്ലുകളും പിന്നിട്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ ആപ്റ്റ് ഇടപെടൽ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ ചിന്ത കരുതുന്നത്? ഒരു കലാകാരി എന്ന നിലയിൽ അവർ വളരെ ധീരമായ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവർക്ക് നേരെ ഉണ്ടായ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിനെല്ലാമെതിരെ വളരെ ബോൾഡായി കരുത്തോടുകൂടി അവർ പ്രതികരിക്കുന്നു, നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നു. തീർച്ചയായും ഇതൊരു മാതൃക തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായിട്ടാണല്ലോ ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ എന്ത് മോശപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റുകളായോ അല്ലെങ്കിൽ പോസ്റ്റുകളായോ ഒക്കെ ഇടാം എന്നുള്ളൊരു നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറി വരുന്നത്. ഓരോ കാര്യങ്ങളിലും നമ്മൾ അഭിമാനിക്കാറുണ്ട് കേരളത്തിൻ്റെ വിജയങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ മികവുകളെക്കുറിച്ച്. പക്ഷേ ഈ ഒരു മേഖലയിൽ സൈബർ ഹൈവേകളിൽ സ്ത്രീകൾ നേരിടുന്ന അല്ലെങ്കിൽ പൊതുരംഗത്ത് ഇടപെടുന്ന മനുഷ്യർ നേരിടുന്ന, ചിലപ്പോൾ സ്ത്രീ വിരുദ്ധമാകാം, ചിലപ്പോൾ ദളിത് വിരുദ്ധമാകാം. പാർവതി ചേച്ചി ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ നിറത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചിരിയെക്കുറിച്ച് ഒക്കെയുള്ള അങ്ങേയറ്റം മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അത് വലിയ തോതിൽ ആസ്വദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശങ്ക തോന്നുന്നത് ഇത്തരം സ്ത്രീവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള കമൻറ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ, അത്തരം അഭിപ്രായങ്ങൾ പറയുന്ന വീഡിയോകൾ വലിയ തോതിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയ്ക്കകത്ത് അത് ആസ്വദിക്കുന്നു, അത് ഷെയർ ചെയ്യപ്പെടുന്നു, അതിന് വലിയ റീച്ച് കിട്ടുന്നു. ഇത്തരം മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്ന വീഡിയോകൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു. അത് അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനൊരു സ്ഥിതിയിലേക്ക് പോകുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ നാം അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ മികവുകളിൽ ഒരു ഹണി റോസ് വേണ്ടി വന്നോ ഇതൊക്കെ തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ എന്നുള്ളത് അമ്പരപ്പിക്കുന്ന സാഹചര്യമാണ്. കാരണം ഈ ബോബി ചെമ്മണ്ണൂർ ആദ്യമായിട്ടല്ല ഇത്തരം വീഡിയോകളോ അല്ലെങ്കിൽ ഇത്തരം സമാന രീതിയിലുള്ള കമന്റുകളോ ഒന്നും പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടാവുകയും ചെയ്തു. എത്രയോ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ മ്ലേച്ഛകരമായ രീതിയിൽ, കാരണം നമ്മളൊക്കെ ഇന്നാണിപ്പോൾ ഇതിൻ്റെ ആ വീഡിയോ ഒക്കെ അതിൻ്റെ ബാക്കപ്പിലേക്ക് പോകുന്നത്, അങ്ങേയറ്റത്തെ ഒരു വല്ലാത്തൊരു വൾഗറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് എന്താണ് വന്നത്, ഞാൻ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ചില ടിപ്സ് ഉപയോഗിക്കുമെന്ന്. അത് സ്ത്രീയുടെ ആത്യന്തികമായിട്ടുള്ള, സ്ത്രീക്ക് നൽകുന്ന പരിഗണനയെ അല്ലെങ്കിൽ സ്ത്രീ എന്ന് കേന്ദ്രീകൃതമായിട്ടുള്ള സങ്കല്പങ്ങളെയും അത്രത്തോളം നമ്മുടെ നിയമ സംവിധാനങ്ങളായാലും അത്രത്തോളം വിലമതിക്കുകയും നമ്മുടെ അത് ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിംബത്തെ കൊണ്ടുവന്ന ഒരു മാർക്കറ്റിംഗ് ടിപ്സായിട്ടൊക്കെ അവതരിപ്പിക്കുക, അത് പറയാനൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ? അപ്പോൾ എത്രമാത്രം ഒരു എന്താ പറയുക അമ്പരപ്പിക്കുന്ന വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും അധികം ആശങ്ക ജനിപ്പിക്കുന്നത് ഇതിന് ഇത്രയധികം വ്യൂവേഴ്സിനെ കിട്ടുന്നു, ഇതിനെ ഇത്രയധികം ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ആ ഒരു ബോധത്തിനാണ് ശരിക്കും മാറ്റം ഉണ്ടാകേണ്ടത്. അതിന് അനുസൃതമായിട്ടുള്ളൊരു അനുകൂലമായൊരു പ്രചരണം ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളത് വലിയ തോതിൽ ഭയം ഉളവാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആ കലാകാരി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് അങ്ങേയറ്റം മാതൃകാപരം തന്നെയാണ്. അവർ അത്തരത്തിൽ ഒരു തെറ്റായ, അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു
അഭിപ്രായം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി തന്നെ നേരിടാൻ തയ്യാറായി മുമ്പോട്ട് വന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹം തന്നെയാണ്. അത് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി സ്ത്രീകൾക്ക് ഒരു വലിയ കരുത്തു നൽകും അവർക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾക്കകത്തൊക്കെ പ്രതികരിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ പാർവതി ചേച്ചിയും ഞാനും എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകൾ പല വിധത്തിൽ പല രൂപത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്, നിയമപരമായി മുമ്പോട്ട് പോയിട്ടുള്ളവരാണ്. ഇതിൽ സർക്കാർ വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ വളരെ ശക്തമായി പോലീസ് ഈ വിഷയത്തെ സമഗ്രമായി മനസ്സിലാക്കുകയും അതിനകത്ത് സ്ത്രീക്ക് അനുകൂലമായി അതിൽ വേദന അനുഭവിച്ച വ്യക്തിക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. ശരി, ഞാൻ മടങ്ങിയെത്താം.